വെൽക്കം ടു കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനൽ. കോഓപ്പറേഷൻ എഹെഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്ഷൻ 9A പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘങ്ങളുടെ പേര് പ്രസിദ്ധപ്പെടുത്തുക. ഇവിടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. ക്ലോസ് എയിൽ പറയുന്നു, എവരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ പെയിന്റ് ഓർ അഫിക്സ് ഇറ്റ്സ് നെയിം, register number and the address of its registered office and keep the same painted or affixed in conspicuous position in letters easily legible to members in vernacular language and in English language on the outside of every office or place in which its business is carried on. അതായത് ഒരു സൊസൈറ്റി രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് എല്ലാ സഹകരണ സംഘങ്ങളും അവയുടെ പേര്, രജിസ്റ്റർ നമ്പർ, രജിസ്റ്റർ ചെയ്ത ഓഫീസ്, വിലാസം എന്നിവ അംഗങ്ങൾക്ക് എളുപ്പം വായിക്കാൻ പറ്റാവുന്ന രീതിയിൽ പ്രാദേശിക ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും തയ്യാറാക്കി കാണാവുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്ന എല്ലാ ഓഫീസ് പരിസരത്തും സ്ഥാപിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലോസ് ബിയിൽ പറയുന്നു, എവരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഹാവ് ഇറ്റ്സ് നെയിം engraved in legible characters on its seal with common emblem. ഒരു കോമൺ സീൽ ആ സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കണം. അതിൽ പേര് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ എംബ്ലമാണ് ഇവിടെ പറയുന്നത്. ക്ലോസ് സീൽ പറയുന്നു, എവരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഹാവ് ഇറ്റ്സ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് മെൻഷൻഡ് ഇൻ legible characters in all its business letters, in all its bill heads and letter paper, and in all its notices and other official publications, and also have its name so mentioned in all bills of exchange, hundis, promissory notes, endorsement checks, and order for money or goods purporting to be signed by or on behalf of the cooperative society, and in all bills of parcels, invoices, receipts, and letter of credit of the cooperative society. ഏതൊക്കെ ഡോക്യുമെന്റിലാണ് ഒരു സൊസൈറ്റിയുടെ പേര് വ്യക്തമായി കാണുന്ന രീതിയിൽ രേഖപ്പെടുത്തേണ്ടത്? അതായത് സൊസൈറ്റിയുടെ ലെറ്റർ പാഡുകൾ, ബില്ലുകൾ, നോട്ടീസുകൾ, മറ്റ് ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ഹോണ്ടീസ്, ചെക്കുകൾ, എൻഡോഴ്സ്മെന്റുകൾ, മറ്റ് സംഘം സംബന്ധമായ രേഖകൾ, പാഴ്സൽ ബില്ലുകൾ, ഇൻവോയ്സസ്, റെസീറ്റുകൾ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നിവയിലെല്ലാം എന്താണ് സംഘത്തിൻ്റെ പേര് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ ചേർക്കേണ്ടതാണ്. നമുക്ക് കുറച്ചുകൂടി വിശദമായി പഠിക്കാം. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര്, അതുപോലെ രജിസ്റ്റർ നമ്പർ, അതുകൂടാതെ രജിസ്റ്റേർഡ് ഓഫീസും എന്ത് ചെയ്തിരിക്കണം, എല്ലാ അംഗങ്ങൾക്കും കാണാവുന്ന രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, പ്രദർശിപ്പിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അത് എങ്ങനെയാണ്? പ്രാദേശിക ഭാഷയിലും അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലും വേണം പ്രസിദ്ധപ്പെടുത്താൻ. അതുപോലെ ആ സൊസൈറ്റിക്ക് മറ്റെവിടെയെങ്കിലും ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്തിരിക്കണം, സൊസൈറ്റിയുടെ പേര്, രജിസ്റ്റർ നമ്പർ, അതുപോലെ അഡ്രസ്സും വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഇവിടെ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്, മെമ്പേഴ്സിന് കാണാവുന്ന രീതിയിലാണ് പ്രദർശിപ്പിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രണ്ടാമതായി പറയുകയാണ്, ആ സൊസൈറ്റിക്ക് എന്തുണ്ടായിരിക്കണം, ഒരു സീലുണ്ടായിരിക്കണം. ആ സീലിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുഴുവൻ പേരും എന്തായിരിക്കണം, അതിലുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്, ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ 4 കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു സൊസൈറ്റിയുടെ പേരും അഡ്രസ്സും അതുപോലെ രജിസ്റ്റേർഡ് ഓഫീസും രേഖപ്പെടുത്തേണ്ടത്. അവ ഏതൊക്കെയാണ്? അതായത് സൊസൈറ്റിയുടെ ലെറ്റർ പാഡ്സ് ഉണ്ടാകും, അതുപോലെ ബില്ലുകൾ ഉണ്ടാകും, അതുപോലെ നോട്ടീസ് ഉണ്ടാകും, അതുപോലെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഈ 4 കാര്യങ്ങളിൽ നിർബന്ധമായിട്ടും എന്തുണ്ടായിരിക്കണം, സൊസൈറ്റിയുടെ പേര്, അഡ്രസ്സ്, അതുപോലെ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. എന്നാൽ അത് കഴിഞ്ഞ് പറയുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്, അവിടെ എന്തുണ്ടായാലും മാത്രം മതി, സൊസൈറ്റിയുടെ പേരുണ്ടായാലും മതി. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഹോണ്ടീസ്, പ്രോമിസറി നോട്ട്, എൻഡോഴ്സ്മെന്റ്, ചെക്സ്, അതുപോലെ പാഴ്സൽ ബില്ലുകൾ, ഇൻവോയ്സുകൾ, റെസീറ്റുകൾ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നിവയെല്ലാം തന്നെ എന്തുണ്ടായിരിക്കണം, സൊസൈറ്റിയുടെ പേര് മാത്രം ഉണ്ടായാലും മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുക.